അൺസ്റ്റിച്ചഡ് സൽവാർ മെറ്റീരിയൽ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാശ്മീരിൽ പോയ സമയത്ത് പെഹൽഗാമിൽ ഈ ഒരു കാശ്മീരി ഹാൻഡ് വർക്കിൽ വരുന്ന സൽവാർ മെറ്റീരിയലിൻ്റെ അതുപോലെ തന്നെ കാശ്മീരി സിൽക്ക് സാരീസിൻ്റെയൊക്കെ കളക്ഷൻസിൻ്റെയൊക്കെ ഒരു വ്ളോഗും പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വ്ളോഗെല്ലാം എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. അതൊന്നും നടന്നില്ല. പക്ഷേ നമ്മളുടെ എല്ലാ സ്റ്റോക്ക് അവിടെ റെഡി ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കാരണം അവിടുത്തെ ആ ഒരു ഇഷ്യൂസും അതെല്ലാം കാരണം നമുക്ക് സ്റ്റോക്ക് എത്താൻ വളരെ ലേറ്റായി. കഴിഞ്ഞ ദിവസമാണ് നമുക്ക് സ്റ്റോക്ക് എത്തിയത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു വെറൈറ്റി കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പൊതുവെ കാശ്മീർ പോയവരും അല്ലാണ്ട് കാശ്മീരി ട്രഡീഷണൽ വർക്കിലൊക്കെ വരുന്ന സൽവാർസും ദുപ്പട്ടാസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പശ്മിന ദുപ്പട്ടാസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അൺസ്റ്റിച്ചഡ് സൽവാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ്. നല്ലൊരു വെറൈറ്റി പീസാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന റയോൺ ആണ്. നമുക്കിത് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ വർക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് കണ്ടോ, ഈ നെക്കിൽ വരുന്ന വർക്ക് ഇത് ഫുൾ ഹാൻഡ് സ്റ്റിച്ചാണ്. ഈ ഒരു മൾട്ടി കളർ ത്രെഡ് വർക്കിൽ വരുന്ന സെയിം തന്നെ ഇത് കണ്ടോ ഹാൻഡ് സ്റ്റിച്ചായിട്ടാണ് വരുന്നത്. പ്യുവർ ഹാൻഡ് സ്റ്റിച്ചിൽ വരുന്ന ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ടോപ്പും ബോട്ടം വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടാണ്. നമുക്ക് ലൈനിങ് നിർബന്ധമുള്ളവർക്ക് മാത്രം ലൈനിങ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് വിത്തൗട്ട് ലൈനിങ് തന്നെ നല്ലൊരു ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഹെവി റയോണിൽ വരുന്ന മെറ്റീരിയലാണ്. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് കണ്ടോ, ഇത് ഫുൾ ഹെവി വർക്കായിട്ട് കുറച്ചും കൂടെ അടുത്ത് വരുവാണെങ്കിൽ ഈ വർക്ക് കുറച്ചും കൂടെ സൂം ചെയ്യുകയാണെങ്കിൽ വർക്ക് നല്ലതുണ്ടോ ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഫുൾ ഹാൻഡ് സ്റ്റിച്ചായിട്ട് വരുന്ന വർക്കാണ് ഇത്. നിങ്ങൾ വാഷിംഗ് മെഷീനിലൊന്നും വാഷ് ചെയ്യരുത്, ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് ജസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്യാവുന്നുള്ളതാണ്. ഇതിൻ്റെ റിവേഴ്സ് പോർഷൻ ഇതാണ് വന്നിരിക്കുന്നത്. ഞാനിത് അത്ഭുതപ്പെട്ടു. കാരണം ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ തന്നെ സ്റ്റാഫും വന്ന ഷോറൂമിൽ വന്ന കസ്റ്റമേഴ്സും പറഞ്ഞു ഇത് ഫുള്ള് മെഷീൻ സ്റ്റിച്ചാണ്. ഞാൻ എൻ്റെ മാനുഫാക്ചറിനെ വിളിച്ചിട്ട് കേൾപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അത്ര പോലും ആൾക്കാർ വിശ്വസിച്ചില്ല ഇത് ഹാൻഡ് സ്റ്റിച്ച് ആണെന്ന് പറഞ്ഞിട്ട് അത്ര ഫിനിഷിങ്ങിൽ. കാരണം ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ 4 ദിവസം എടുത്തു എന്നാണ് അവർ പറയണത്. 4 ദിവസമാണ് ഈ ഒരു ഡ്രസ്സ് ഹാൻഡ് വർക്ക് ചെയ്യാൻ എടുക്കുന്നത്. കാരണം ഇതിൻ്റെ ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 3850 ഇൻസൈഡ് ഇന്ത്യ. ഷിപ്പിംഗ് ഫ്രീ ആണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഡാർക്ക് വയലറ്റിൽ വരുന്ന ഷെയ്ഡാണ്. എല്ലാ പീസസും അവൈലബിൾ ആണ്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. ദുപ്പട്ട ടോപ്പും ബോട്ടം സെയിം ടോണിൽ തന്നെ വരുന്നതാണ്. ബോട്ടത്തിൻ്റെ എൻഡിൽ നമുക്കിത് വേണമെങ്കിൽ ബോർഡറായിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്കിത് നെക്കിലോ അല്ലെങ്കിൽ സ്ലീവ്സിലോ എവിടെയെങ്കിലും വയ്ക്കാവുന്നേ ഉള്ളൂ. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട 3850 ഇൻസൈഡ് ഇന്ത്യ. ഷിപ്പിംഗ് ഫ്രീ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് നല്ലൊരു സീ ഗ്രീനാണ്. ഈ ഒരു പേസ്റ്റൽ സീ ഗ്രീനിലാണ് വന്നിരിക്കുന്നത്. കാരണം ഞാനിത് ഫുള്ള് എടുക്കാൻ കാരണം ഇതിൻ്റെ ടോപ്പും ബോട്ടം എല്ലാം ഒറ്റ ഒരു മെറ്റീരിയൽ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടം സെയിം ടോണിൽ തന്നെ ടോൺ ടു ടോൺ വരുന്ന കളറാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രീ സൈസ് വേണ്ടവർക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടോ, കാരണം നെക്കിലാണ് ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ടോപ്പ് എല്ലായിട്ടും ഈ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹെവി. ഈ ദുപ്പട്ടയുടെ ആ ഒരു വർക്കാണ് ഇതിന് ഇത്ര റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഞാൻ ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വ്ളോഗെല്ലാം എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് എടുക്കണം. കാരണം നല്ല ഭംഗി ഇത് ചെയ്ത് കാണാൻ. കാരണം ഇത് റിങ്ങിലിട്ടിട്ട് റിങ് വർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. എംബ്രോയ്ഡറി തന്നെ റിങ് വർക്കിൽ ചെയ്യുന്ന ഒരു വർക്കാണ്. കാരണം ആ ഒരു ചെറിയ അതായത് ഇതിൻ്റെ ഒരു നീഡിൽ എന്ന് പറയുകയാണെങ്കിൽ അത്ര തിന്നായിട്ട് വരുന്ന നീഡിലാണ്. 0 പോയിൻറ്റിൽ വരുന്ന ഗ്ലാസ് ഇട്ടിട്ടാണ് ഇവർ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അത്രയ്ക്കും എന്താ പറയുക മൈന്യൂട്ടായിട്ട് അത്ര സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. എനിക്കും ഇത്ര കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിൻ്റെ അത്യാവശ്യം എല്ലാ ഷെയ്ഡ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. 3850 ഇൻസൈഡ് ഇന്ത്യ. ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ പീച്ചാണ് കേട്ടോ. ഇതുണ്ടോ, അടിപൊളി കളറ് പേസ്റ്റൽ പീച്ചാണ്. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ടോപ്പ് ദുപ്പട്ട നമുക്കൊരു മൾട്ടിപർപ്പസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് വേറൊരു ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ദുപ്പട്ട യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്. ഒരു വെറൈറ്റി നമ്മൾ നോർമൽ കാണുന്ന സൽവാർ സെറ്റിൻ്റെയൊക്കെ കൂടെ നമുക്കിതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പിൽ വരുന്ന സൽവാർ സെറ്റ് കൊണ്ടുവരുന്നത്. പ്യുവർ കാശ്മീരി ഹാൻഡ് വർക്കിൽ വരുന്ന ഹെവി ക്വാളിറ്റി റയോൺ, സോഫ്റ്റ് റയോൺ ആണ്. വളരെ തിന്നാണ്. നമുക്കിത് വിത്തൗട്ട് ലൈനിങ് തന്നെ സ്റ്റിച്ച് ചെയ്യാം. നിർബന്ധമായിട്ട് സ്റ്റിച്ചിങ് മീൻസ് ലൈനിങ് വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി.
പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ ഹോട്ട് വാട്ടറിലും ഇത് വാഷ് ചെയ്യാൻ പാടില്ല, കോൾഡ് വാട്ടറിൽ മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഷാമ്പു വാഷാണ്, ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. വാഷിംഗ് മെഷീനിൽ നിങ്ങൾ ഇടരുത്, ഹാൻഡ് വാഷാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. കാര്യം ഹാൻഡ് സ്റ്റിച്ചിൽ വരുന്ന നല്ല അടിപൊളി സൽവാർ സെറ്റാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ്, നമുക്ക് വീണ്ടും കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഇതിന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈഗർലി വെയിറ്റ് ചെയ്തൊരു പ്രോഡക്റ്റാണിത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വർക്ക് സെയിം റേറ്റ് തന്നെയാണ്, പക്ഷേ വർക്ക് ഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡാർക്ക് രാമ ഗ്രീൻ, ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ് ഇതിൻ്റെ ദുപ്പട്ട. ഉണ്ടോ, ദുപ്പട്ടയിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന വർക്കാണ്. ഹെവി ദുപ്പട്ടയാണ്, കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഈ ദുപ്പട്ട നമുക്ക് മാച്ചായിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ്ട ഫുള്ള് ടോപ്പ് ഫുള്ള് വർക്കാണ്. 3850 ഷിപ്പിംഗ് ഇൻസൈഡ് ഇന്ത്യ ഫ്രീ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. എന്തുകൊണ്ടെന്നാലും നമുക്ക് ബ്ലാക്കിൽ എല്ലാവരും ചോദിക്കും ബ്ലാക്കിൽ കിട്ടുമെന്ന്. എനിക്ക് തോന്നുന്നുണ്ട ബ്ലാക്കിൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. മിക്കവാറും അറിയില്ല ബ്ലാക്കാണ് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുമെന്ന്. ഇതാണ് വന്നിരിക്കുന്നത്. ടോപ്പും ബോട്ടം സെയിം ആണ്. നല്ലൊരു അടിപൊളി ദുപ്പട്ടയാട്ടോ, സൂപ്പർ ദുപ്പട്ടയാണ് ഇതിന്. കാരണം ബ്ലാക്കിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. മറ്റേതിൽ ഫുള്ള് വർക്ക് വൈറ്റ് ഇതൊക്കെയാണ്, കാരണം ഇതിൽ വൈറ്റ് വരുമ്പോൾ ആ ഒരു ഭംഗി മാറും. അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ ഹാൻഡ് വർക്ക് ചെയ്യാൻ, മീൻസ് ത്രെഡ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ റെയറായിട്ട് വരുന്ന പീസസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീരി ഹാൻഡ് വർക്കിൽ വരുന്ന വെറൈറ്റി കളക്ഷൻസ് ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ കണ്ടോ. നമ്മൾ പുതിയ പുതിയ കളക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. ഇനി അതോർത്തിട്ട് ഇത് വാങ്ങാതിരിക്കരുത്, കാര്യം ഓരോന്നും ഓരോ വെറൈറ്റി ആയിരിക്കും. 3850 ആണ്. ഇൻസൈഡ് ഇന്ത്യ ഷിപ്പിംഗ് ഫ്രീ ആണ്. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റും അതുപോലെ തന്നെ ഞങ്ങളുടെ സജഷൻസും, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള സജഷൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടണം. ലാവിസിൻ്റെ ഷോറൂമിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. കണ്ണൂർ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് നേരിട്ട് നോക്കി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ. പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.